ഹലോ, നമസ്കാരം. വെൽക്കം ടു സിനിമ മലയാളി. ഇന്ന് രണ്ട് സിനിമകളെക്കുറിച്ചാണ് പറയാനുള്ളത്. രണ്ടും 2024 ഇറങ്ങിയ സിനിമയാണ്. ഈ ആഴ്ചയാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. വളരെ രസകരമായിട്ടുള്ള രണ്ട് സിനിമയാണ്. പ്രത്യേകിച്ച് പെറ്റ് ഉണ്ടെങ്കിൽ, വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് both movies is a relationship between human beings, but at the same time relationships between human beings and animals. ആ ഒരു ബോണ്ടിങ് അത് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ, നമ്മുടെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു സിനിമ ദി പെൻഗ്വിൻ ലെസൺസ്, പെൻഗ്വിനെ കുറിച്ചാണ്. വേറൊന്ന് ദി ഫ്രണ്ട്, ഒരു നായ, ഒരു ഗ്രേറ്റ് ഡെയിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം പെൻഗ്വിൻ ലെസൺസിനെ പറ്റിയിട്ട് പറയാം. സ്പോയിലർ അലേർട്ട്സ് ഉണ്ടാവും, കാരണം ചില സിനിമകളെ പറ്റിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ സ്പോയിലർ അലേർട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്പോയിലർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കണ്ടാൽ മതി. പെൻഗ്വിൻ ലെസൺസ് ഒരു ട്രൂ സ്റ്റോറിയാണ്, നടന്ന ഒരു കഥയാണ്. അർജൻറ്റീനയിൽ 1970കളിൽ ഒരു ബ്രിട്ടീഷ് ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരികയാണ്. അങ്ങനെ ആ സമയത്താണ് മിലിറ്ററി അവിടെ ഏറ്റെടുക്കുന്നതും അവിടെ സിവിൽ അൺറസ്റ്റ് വരുന്നതൊക്കെ അർജൻറ്റീനയിൽ. ആ സമയത്താണ് അർജൻറ്റീനയിൽ പല തവണയായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് 76 സമയത്തൊക്കെയാണ്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സ്കൂളാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന പ്രെപ്പ് സ്കൂള്, ഭയങ്കര എലീറ്റ് ആൾക്കാരുടെ ഒരു സ്കൂളാണ്. അങ്ങനെ ഈ സിവിൽ അൺറസ്റ്റ് വന്നപ്പോൾ സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ അവർ വീട്ടിലേക്ക് അയക്കും. അപ്പോൾ ഇയാളങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, 2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്, മാഷ് ടോം മിച്ചൽ. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനൊന്ന് ഉറുഗ്വേ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വേറൊരു ഫിസിക്സിൻ്റെ ഒരു മാഷിൻ്റെ കൂടെ, ഫിൻലാൻഡിൽ നിന്ന് വന്നൊരു മാഷിൻ്റെ കൂടെ ഇയാൾ ഉറുഗ്വേ പോകും. ഉറുഗ്വേ പോയിട്ട് അവിടെയുള്ള കടപ്പുറത്ത് ഈ ഓയിൽ ലീക്കേജ് കാരണം ധാരാളം പെൻഗ്വിനുകളൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓയിലൊക്കെ ആകതായിട്ട് ചാവാൻ കിടക്കുന്ന ഒരു പെൻഗ്വിനെ അയാൾ കാണും. അപ്പോൾ ഇയാളുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്, തലേദിവസം ബാറിന്ന് പരിചയപ്പെട്ട സ്ത്രീ. അപ്പോൾ അവർ പറയും നിങ്ങളിങ്ങനെ വിടരുത്. അപ്പോൾ അയാൾ പറയും എന്തായാലും ചാവാൻ പോവുകയാണ് പെൻഗ്വിൻ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റില്ലല്ലോ, നിങ്ങൾ ഇതിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇതിനെ പെൻഗ്വിനെ ഹോട്ടൽ മുറി കൊണ്ടുവന്നിട്ട് ഇതിനെ വൃത്തിയാക്കിയൊക്കെ ഇതാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി ഇയാൾ, അപ്പോൾ ആ പെണ്ണെ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഇന്ന് രാത്രി ഒന്ന് ഒരു സെക്സൊക്കെ ആവാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പെണ്ണ് പറയും അല്ല നിങ്ങൾ പെൻഗ്വിനെ നോക്കിയിരിക്കും, ഞാൻ പോവാന്ന് പറഞ്ഞ് ആമയായിട്ട് പോവും. അങ്ങനെ ഇയാൾ ഈ പെൻഗ്വിനെ കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിനെയൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ വീണ്ടും പെൻഗ്വിനെ കൊണ്ടുപോയി കടലിൽ കൊണ്ടിട്ട് പോകാൻ വേണ്ടി പറയും. പെൻഗ്വിൻ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ ഇയാളെ വിടുന്നില്ല പെൻഗ്വിൻ. അങ്ങനെ ഇയാൾ ഒരു രക്ഷയില്ലാണ്ട് ഉറുഗ്വേന്ന് അർജൻറ്റീനയിലേക്ക് പെൻഗ്വിനെ കൊണ്ടുവരും. അപ്പോൾ ഇയാളെ സ്കൂളിൽ, ഇയാൾ താമസിക്കുന്ന സ്കൂളിൽ തന്നെയാണ്, അവിടെ പെൻഗ്വിനെ വെക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇയാൾ ഒളിപ്പിച്ചും ഒക്കെ ഇയാൾ പെൻഗ്വിനാണെങ്കിൽ പെൻഗ്വിനല്ലേ, വളർത്തുമൃഗമൊന്നും അല്ലല്ലോ, അത് അവിടെ കാഷ്ടിക്കും ഇവിടെ കാഷ്ടിക്കും, അങ്ങനെയൊക്കെ ആയി ഇയാൾ പെൻഗ്വിനെ അവിടെ വയ്ക്കും. അവസാനം കുട്ടികൾക്ക് പഠിത്തം മഹാമോശമാണ്, അപ്പോൾ ഒക്കെ തലതെറിച്ചേറ്റുകളാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ പെൻഗ്വിനെ ക്ലാസ് കൊണ്ടുവന്നിട്ട് ഇയാൾ പെൻഗ്വിൻ വഴി കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ ഗ്രേഡ് നന്നാവുക. ആ സമയത്ത് അർജൻറ്റീനയിൽ ഭയങ്കരമായിട്ടുള്ള സിവിൽ അൺറസ്റ്റ്, ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, അധികാരികൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, അങ്ങനെയുള്ള കുറേ സംഭവം. അപ്പോൾ അയാളുടെ ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് കൂടെ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതായത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡയലോഗുണ്ട്. ഇയാളുടെ അവിടെ അഴിച്ചു വരാനും വൃത്തിയാക്കാനും വരുന്ന സ്ത്രീയുടെ ഗ്രാൻഡ് ഡോട്ടർ ഇയാളോട് പറയുന്നു. അവർ പറയും ഈ ചീത്ത ആൾക്കാർ ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, പക്ഷെ നല്ല ആൾക്കാർ ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖടിച്ച് പത്തിരിയാക്കാൻ തോന്നുന്നത്. അതായത് നമ്മളൊക്കെ നല്ല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീതി നടക്കുമ്പോൾ ശബ്ദിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ചീത്ത ആൾക്കാരെക്കാട്ടും മോശമാണെന്നുള്ളത്. അപ്പോൾ ഇയാൾ ഇതൊന്നിലും ഇടപെടാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഹീ ഫൈനലി ട്രൈസ് ടു റിട്ടാലിയേറ്റ്. അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത് ദ ബോണ്ടിങ് ദാറ്റ് ഹി ഹാസ് വിത്ത് എ പെൻഗ്വിൻ. ആ സ്കൂളിലെ കുട്ടികൾ
ആ പെൻഗ്വിനായിട്ട് ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞപ്പം ഈ ടോം മിച്ചലിന് ആ സമയത്ത് ആ പെൻഗ്വിൻ അവിടെ പൂളിൽ കളിക്കുന്നതിൻ്റെ ഒറ്റ ഒരു വീഡിയോ അന്ന് റെക്കോർഡ് ചെയ്ത സാധനത്തിൻ്റെ ഒരു ഫിലിം ഇയാൾക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇയാളൊരു കഥ എഴുതണം, ഒരു മെമ്മോർ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുതിയിട്ടാണ്, അങ്ങനെയാണ് പുസ്തകമായിട്ട് ഇത് സിനിമയായിട്ട് വരുന്നത്. എനിക്കൊന്ന് ഇറ്റ് ഈസ് എ വെരി ഫീൽ ഗുഡ് മൂവി. നമ്മൾ ചുറ്റുമൊക്കെ ധാരാളം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമ വിച്ച് ഗിവ്സ് us hope about the human existence, about relationships. I would highly recommend for you to read. Watch the movie. അതിൻ്റെ പുസ്തകം മെമ്മോറുമായി റീഡ് ചെയ്യുകയാണെങ്കിൽ അതും ആയാൽ മതി. നിങ്ങളുടെ യു ക്യാൻ ചൂസ് യുവർ പോയ്സൺ വെദർ ഇറ്റ്സ് റീഡിങ് ഓർ വാച്ചിങ്. അടുത്ത സിനിമ ദി ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതും ഈ അടുത്തിറങ്ങിയ സിനിമയാണ്, 2024 ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇത് രണ്ടും റോട്ടൻ ടൊമാറ്റോസിലൊക്കെ നല്ല റേറ്റിംഗ് ഉള്ള സിനിമയാണ് കേട്ടോ. നവോമി വാട്സൺ ആൻഡ് ബിൽ മുറി. ബിൽ മുറിയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്റ്റ് ബസ്റ്റേഴ്സിലൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുള്ള എഴുത്തുകാരുടെ ഒരു കഥയും കൂടെയാണ്. അതായത് ബിൽ മുറി ഈസ് എ നോവലിസ്റ്റ്, പ്രായമായിട്ടുള്ളൊരു നോവലിസ്റ്റാണ്. അയാൾ മരിക്കുകയാണ്. അയാളുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അയാളുടെ ഒരു ഫ്രണ്ടും സ്റ്റുഡൻറ്റും ഒക്കെയാണ് നവോമി വാട്സൺ. അപ്പോൾ ഐറിസ് എന്നാണ് അവരുടെ പേര് സിനിമയിൽ. അങ്ങനെ ബിൽ മുറി മരിച്ചു കഴിഞ്ഞപ്പം ബിൽ മുറീൻ്റെ ഒരു നായുണ്ട്, ഒരു ഗ്രേറ്റ് ഡെയിൻ, വലിയ നായ, ഒരു ചെറിയൊരു കുതിരേൻ്റെ അത്ര ഉണ്ടാവും. അതിനെ നോക്കാൻ ഇവരെ ഏൽപ്പിച്ചിരുന്നില്ല. ഇവർക്കാണെങ്കിൽ ന്യൂയോർക്കിൽ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഇവർ ആ നായനെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഇവരൊരു ഭയങ്കര ഒരു റൈറ്റേഴ്സ് ബ്ലോക്കിൽ ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഇതുവരെ നീങ്ങാണ്ടങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇവരുടെ മെൻറ്റർ മരിച്ചിട്ട് നായനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ എവിടെയും വിടാണ്ട് ഇവർ നോക്കാൻ തുടങ്ങി. അപ്പോൾ നായ ഗ്രീവ് ചെയ്തുകൊണ്ട് നിൽക്കുക. കാരണം നായ അതിൻ്റെ യജമാൻ മരിച്ചതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്നൊരു റിലേഷൻഷിപ്പാണ് ആ സിനിമയിൽ പിന്നെ ഉള്ളത്. ദ ഡോഗ് ആൻഡ് ഐറിസ് ആൻഡ് ബിൽ മുറീസ് ഡോട്ടർ, ഇവരെ കൂടിയിട്ട്, കാരണം അപ്പാർട്ട്മെൻറ്റിൽ നായനെ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പാർട്ട്മെൻറ്റിൽ നായനെ വെക്കാൻ പറ്റില്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഓൾസോ എ പ്രൊഫസർ, റൈറ്റിംഗ് പ്രൊഫസറൊക്കെയാണ്. അപ്പോൾ അവളുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇവരുടെ റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിന്ന് ഇവിടെ മാറുന്നതും നായയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നതും, ആ നായയിൽ കൂടെ ഇവരുടെ ബിൽമുറി ആയിട്ടുള്ള ഇവരുടെ റിലേഷൻഷിപ്പിനെ ബിൽമുറി മരിച്ചതിന് ശേഷം എങ്ങനെ നോക്കി കാണുന്നു എന്നൊക്കെ വെച്ചിട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി ദി ഫ്രണ്ട് എന്നുള്ളത് ഒരു നോവലാണ്. ആ നോവലിൻ്റെ ഇറ്റ് ഈസ് ചില സമയത്ത് പുസ്തകങ്ങൾ സിനിമകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ഇതാണ്. ഇപ്പം ദ പെൻഗ്വിൻ ലെസൺസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ മെമ്മോർ എന്ന് വന്നൊരു സിനിമയാണ്. ഇത് ഒരു നോവലിൽ നിന്ന് വന്നതാണ്. ആൻഡ് ഐ തിങ്ക് അവാർഡ് കിട്ടിയൊരു നോവലാണ് ദി ഫ്രണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് സിനിമകൾ കാണണം, യു വാണ്ട് ടു ഹാവ് മൂവീസ് വെയർ യു ഹാവ് ഹോപ്പ് ഓവർ ദ ഹ്യൂമൻ കണ്ടീഷൻ. നമ്മളൊക്കെ പ്രശ്നങ്ങൾ എല്ലാ സമയത്തും എല്ലാവിധ പ്രശ്നങ്ങളുമാണ്. സാമൂഹ്യ മാധ്യമം തുറന്നാലും TV തുറന്നാലും വാർത്ത വായിച്ചാലും ഒക്കെ പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഹോപ്പ് തരുന്ന ചില കാര്യങ്ങൾ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് സംടൈംസ് വി ഡോണ്ട് സീ ഇനഫ് ഓഫ് മൂവീസ് ദാറ്റ് മേക്ക് us ഫീൽ ഗുഡ് എന്നുള്ളതാണ്. അപ്പോൾ 2 സിനിമകൾ ഇനിയും കാണുന്ന സിനിമകളെ കുറിച്ചിട്ട് പറയാം. ആൻഡ് ഐ തിങ്ക് 2 മൂവീസ് ഇഫ് യു റിയലി വാണ്ട് ടു വാച്ച്, നിങ്ങൾ അത് OTT വരികയാണെങ്കിൽ അതിനുവേണ്ടി കാത്തുക്കുക, അല്ലെങ്കിൽ തിയേറ്ററിൽ അവൈലബിൾ ആണെങ്കിൽ പ്ലീസ് ഡു വാച്ച്. ആക്ഷൻ ഒന്നല്ല, ഡ്രാമയാണ്. ദർ ലോട്ട് ഓഫ് ഡയലോഗ്, സോ യു മൈറ്റ് ഹാവ് ടു അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ദി ഫ്രണ്ട് ഒരു നോവലായതുകൊണ്ട് അതിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരിതാണ്.
എങ്ങനെ എങ്ങനെ നമ്മൾ ഇറ്റ്സ് വെരി പോയറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതുകൊണ്ട് ആ സിനിമ നടക്കുമ്പോൾ ദർ എ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡയലോഗുകളും സാധനങ്ങളൊക്കെ വരും വിച്ച് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി സൂതിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കാണുക. സ്വാഭാവികമായിട്ടും ആ സിനിമ കാണുമ്പോൾ നമുക്ക് വിഷമം വരും. നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മളുടെ വിഷമങ്ങൾ നമ്മളുടെ കൂടെയുള്ള ആനിമൽസ് മനസ്സിലാക്കുന്നു എന്നൊക്കെയുള്ള നോക്കുന്ന സമയത്ത് ഐ തിങ്ക് കാരണം ഞാൻ വളരുന്ന സമയത്ത് എനിക്ക് പെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു 8-9 വർഷം മുമ്പേറ്റാണ് എനിക്ക് പെറ്റ്സ് ആദ്യമായിട്ട് നമുക്ക് നായ കിട്ടി. സോ ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫോർ എ പേഴ്സൺ ഹൂ ഹാസ് എ പെറ്റ് അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു 2 സിനിമകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ വിൽ കം വിത്ത് ന്യൂ മൂവീസ്, ന്യൂ ഇൻട്രസ്റ്റിംഗ് മൂവീസ് ദാറ്റ് ഐ വാച്ച്. സ്പോയിലർ അലേർട്ട് അധികം ഉണ്ടാവും, കാരണം ഇങ്ങനെ ഒഴുക്കിൽ രസകരമായി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.